പക്ഷെ ജനങ്ങളുടെ മേലുള്ള അളവിലൊക്കെ വേണം പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ ഇതല്ലേ ടോവിനോട് അഭിപ്രായം, എന്ത് പറഞ്ഞാൽ ടോവിലേക്ക് പറയാതിരിക്കാൻ പറ്റും? അങ്ങനെയൊക്കെ ചോദിക്കുന്നത് വളരെ മോശമാണ്. ബാവക്കാട് പറയുന്ന കേട്ടു 100 സിനിമകൾ, അതിലപ്പുറം ഈ സിനിമയ്ക്ക് താങ്കൾ എടുത്തിരിക്കുന്ന ഒരു എന്താണെന്ന് എനിക്കറിയില്ല. താങ്കൾ അത്രമാത്രം കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. താങ്കൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്, കുറേ സിനിമകൾ ചെയ്യുന്നു. ഇതിന്റെ ഒരു സെറ്റ് വർക്ക് താങ്കൾക്ക് ഒരു ചലഞ്ച് ആയിരുന്നു എന്ന് എനിക്ക് സ്വയം തോന്നുന്നു. കാരണം നമ്മളിപ്പോഴും മുത്തങ്ങയില്ലാന്ന് പറഞ്ഞാൽ ഞാൻ മുത്തങ്ങയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിനകത്തൊരു മാറ്റമില്ല. അതിനെ മാറ്റം നമുക്ക് കഴിയില്ല. അവിടെ പോയി നേരിട്ട് കണ്ട അനുഭവമുള്ളതാണ്. അത്ര ഒരു വർക്ക് താങ്കളുടെ ഈ കൈകളിൽ ഭദ്രമായിരുന്നു. ആ റിസ്ക് അങ്ങനെയാണ്. ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറെ പടം ചെയ്തതിൽ ഒരു പടം എന്റെ മനസ്സിൽ എന്നും തന്ന ഒരു പടമായിരിക്കും ഈ നരിവേട്ട എന്ന ഫിലിം. ഉറപ്പായിട്ടും അതിൽ യാതൊരു സംശയമില്ല. മേ ബി ഞാൻ ഈ പടം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ അനുരാജനും സ്ക്രിപ്റ്റ് റൈറ്ററും പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ചെറിയ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. ഞാൻ എല്ലാ വർക്കും ഇന്നും 100 പടം ചെയ്താലും ഇപ്പൊ ചെയ്യുന്ന പടത്തിന് ഞാൻ ആദ്യത്തെ പടമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റൂ. എനിക്ക് എല്ലാം അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട് നത്തിങ്. ഐ വോണ്ട് ടു ലേൺ ഫ്രം സിനിമ. ആരും സിനിമയെ ഫുള്ളായിട്ട് പഠിച്ച ഇൻഡസ്ട്രിയിൽ ആരും തന്നെ ഇല്ല. ഇന്ന് വേറെ ഏത് ടെക്നീഷ്യൻ എടുത്ത് ചോദിച്ചാലും എല്ലാവരും പറയും ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഇത് കിട്ടി, ഇൻസ്ട്രക്ഷൻസ് കിട്ടി, ഇങ്ങനെ ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെ വേണം. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അതിൽ എന്താണ് നമുക്ക് ബെസ്റ്റ് കൊടുക്കാം. വി ഡോണ്ട് ഗിവ് ദ എക്സാക്ട് തിങ്, ബട്ട് വിൽ ഗിവ് സംതിങ് മോർ എന്നുള്ളതാണ് എന്റെ ഒരു തോട്ട്. അത് ഉറപ്പായിട്ടും ഈ പടത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കണ്ട റെഫറൻസിന്റെ വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എക്സാക്ട് അല്ല അത്. എന്നാൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ, പബ്ലിക്കിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായി ഇരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ADs ഒക്കെ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞു, ലോക നിങ്ങൾ ഇട്ട സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഇന്നും വർക്ക് ചെയ്യുന്നത് ആസ് എ AD അല്ലെങ്കിൽ ആസ് എ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഐ എം നോട്ട് വർക്കിംഗ് ആസ് ആർട്ട് ഡയറക്ടർ. അത് ഇന്നും അത് തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എത്ര എനിക്ക് പടം കിട്ടിയാലും അത് തന്നെ ചെയ്യും. അപ്പൊ അവർ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ നന്നായിട്ട് ഒരു സെറ്റ്, അത് ഭയങ്കര റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള അവർ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്യാം. മീൻസ് അത് ഇനി അവാർഡ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് തന്നെ വലിയ